നമസ്കാരം. നവീൻ ബാബുവിന്റെ മരണത്തിൽ പി ദിവ്യയെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ദിവ്യയെ നിയമത്തിന് മുന്നിലെത്തിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി. ജയരാജന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: നവീൻ ബാബുവിന്റെ മരണത്തിനിടയാക്കിയത് ദിവ്യയുടെ പ്രസംഗത്തിലെ അവസാനത്തെ പരാമർശമാണ് എന്നത് സത്യമാണ്. അതിനാലാണ് ഞങ്ങൾ പറഞ്ഞത് അത് തെറ്റാണെന്ന്. ആ കാഴ്ചപ്പാടാണ് അന്നും ഇന്നും ഞങ്ങൾക്കുള്ളത്. ദിവ്യയുടെ പേരിൽ എപ്പോഴാണോ ആക്ഷേപം ഉയർന്നു വന്നത് അന്ന് തന്നെയാണല്ലോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്നത്. ഇതായിരുന്നു ജയരാജന്റെ ആ പരാമർശം. ഇത് സത്യത്തിൽ ജയരാജൻ നടത്തിയ വെളിപ്പെടുത്തൽ കൂടിയാണ്. ഇതിന്റെ ഓഡിയോ വീഡിയോ തെളിവുകൾ ഹൈക്കോടതി മുമ്പാകെ കുടുംബം സമർപ്പിച്ചു കഴിഞ്ഞു. കണ്ണൂർ CPM ജില്ലാ സമ്മേളനത്തിൽ പി ദിവ്യയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രതിനിധികൾ അഭിപ്രായം പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനായിരുന്നു ജയരാജന്റെ മറുപടി. ഇക്കാര്യം നവീനിന്റെ ഭാര്യ കോടതിയെ അറിയിച്ചിരുന്നു. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ നിലവിലെ അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ലെന്നാണ് നവീൻ ബാബുവിന്റെ ഭാര്യ ഹൈക്കോടതിയിൽ പറഞ്ഞത്. CBI ഇല്ലെങ്കിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ച് എങ്കിലും കേസ് അന്വേഷിക്കണമെന്നും ഡിവിഷൻ ബെഞ്ചിൽ നൽകിയ അപ്പീലിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മികച്ച സംഘമാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നതെന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞു. അപ്പീൽ വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ്. കോടതിയുടെ മനസ്സിലും CBI അന്വേഷണമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ അപ്പീലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. നിലവിലുള്ള അന്വേഷണ സംഘത്തിൽ ഒരു തരി പോലും വിശ്വാസമില്ലെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ കോടതിയിൽ പറയുകയും ചെയ്തു. മരണത്തിൽ പോസ്റ്റ്മോർട്ടം മുതൽ സംശയമുണ്ട്. നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തം കണ്ടപ്പോൾ അത് മൂത്രത്തിൽ കല്ലാകാമെന്ന് പറഞ്ഞ് തള്ളുകയായിരുന്നു ഡോക്ടർ. നവീനിന്റെ മരണത്തിൽ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം. നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത് പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള അന്വേഷണമാണ്. ദിവ്യയുടെയും കണ്ണൂർ കളക്ടറുടെയും പ്രശാന്തിന്റെയും ഫോൺ കോൾ രേഖകൾ പോലും ശേഖരിച്ചിട്ടില്ല എന്നും നവീൻ ബാബുവിന്റെ ഭാര്യ ചൂണ്ടിക്കാട്ടി. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് CBI അന്വേഷണം നിരസിച്ചിരുന്നു. മുതിർന്ന ഉദ്യോഗസ്ഥൻ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കണം. സത്യം പുറത്തു കൊണ്ടുവരിക മാത്രമാണ് തന്റെ ലക്ഷ്യമെന്നും ഭാര്യ പറഞ്ഞു. കേസ് ഡയറി ഉൾപ്പെടെ കോടതി പരിശോധിക്കണമെന്നും ഹർജിക്കാരി ആവശ്യപ്പെട്ടു. എന്നാൽ നവീൻ ബാബുവിന്റെ ഭാര്യ പറഞ്ഞ എല്ലാ രേഖകളും കോടതി പരിശോധിച്ചിട്ടുണ്ടെന്നും നിലവിൽ മികച്ച അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നതെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. ജസ്റ്റിസ് PB സുരേഷ് കുമാറും ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യനും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് കേസ് വിധി പറയാൻ മാറ്റി. നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഭാര്യയുടെ ഹർജി ഹൈക്കോടതി തള്ളിയത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ്. SITയുടെ അന്വേഷണം കണ്ണൂർ റേഞ്ച് DIGയുടെ മേൽനോട്ടത്തിലാകണം. റേഞ്ച് DIGയുടെ അനുമതിയോടെ മാത്രമേ കേസിന്റെ കുറ്റപത്രം സമർപ്പിക്കാൻ പാടുള്ളൂ എന്നീ നിർദ്ദേശങ്ങളോടെയാണ് CBI അന്വേഷിക്കണമെന്ന ആവശ്യം കോടതി തള്ളിയത്. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ ഹർജിയിൽ ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് വിധി പറഞ്ഞത്. പി ദിവ്യയാണ് ആത്മഹത്യാ പ്രേരണ കേസിലെ പ്രതി. പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയ നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് യോഗത്തിൽ അദ്ദേഹത്തെ അഴിമതിക്കാരനായി ചിത്രീകരിച്ച് ദിവ്യ പ്രസംഗിച്ചിരുന്നു. പിറ്റേന്ന് ഒക്ടോബർ 15-ന് പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിലാണ് നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിൽ തുടക്കം മുതലേ ദുരൂഹത ആരോപിച്ചിരുന്ന നവീൻ ബാബുവിന്റെ കുടുംബം മരണം കൊലപാതകമാണെന്ന സംശയമാണ് ഹർജിയിൽ ഉന്നയിച്ചത്. ദിവ്യയുടെ രാഷ്ട്രീയ സ്വാധീനം കാരണം പോലീസ് ശരിയായ അന്വേഷണം നടത്തില്ലെന്നാണ് ആരോപണം. നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് പാർട്ടിയെങ്കിലും CBI അന്വേഷണത്തെ പിന്തുണയ്ക്കില്ലെന്ന് നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. CBI ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെ കുറിച്ചുള്ള പൊതു നിലപാടിന്റെ ഭാഗമാണിതെന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ വിശദീകരിച്ചത്. നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം CBIക്ക് വിട്ടാൽ അത് CPMന് ക്ഷീണം ചെയ്യുമെന്നാണ് നിഗമനം. എന്നാൽ അതാണ് സംഭവിക്കാൻ പോകുന്നത്. നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് CBI ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഹർജി പരിഗണിച്ചപ്പോൾ അന്വേഷണത്തിന് CBI തയ്യാറാണോ എന്ന് കോടതി ചോദിച്ചു.
ഹൈക്കോടതി ഉത്തരവിട്ടാൽ ഏറ്റെടുക്കാം എന്നായിരുന്നു മറുപടി. എന്നാൽ കേസിൽ CBI അന്വേഷണം ആവശ്യമുണ്ടോ എന്നതാണ് ചോദ്യമെന്ന് കോടതി പറഞ്ഞു. പോലീസ് അന്വേഷണം പക്ഷപാതപരമാണെന്നതിന് നിലവിൽ തെളിവുകൾ ഒന്നും തന്നെയില്ല. പ്രതിക്ക് രാഷ്ട്രീയ സ്വാധീനമുള്ളതുകൊണ്ട് മാത്രം കേസ് വഴിതെറ്റിയെന്ന് പറയാനാകില്ല. കണ്ണൂർ കമ്മീഷണറാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. ഇതിൽ തൃപ്തിയുണ്ടോ എന്നും ഉയർന്ന ഉദ്യോഗസ്ഥൻ വേണമെന്ന അഭിപ്രായമുണ്ടോ എന്നും ഹർജിക്കാരിയോട് ആരാഞ്ഞു. നരഹത്യയടക്കം സംശയിക്കുന്നതിനാൽ CBI അന്വേഷണം വേണമെന്ന വാദത്തിൽ ഹർജിക്കാരി ഉറച്ചുനിന്നു. നവീന്റെ ദേഹപരിശോധനയിലും ഇൻക്വസ്റ്റിലും പരിക്കുകൾ കണ്ടെത്തിയോ എന്നും കോടതി ചോദിച്ചു. ഇല്ലെന്ന് പ്രോസിക്യൂഷൻ അറിയിക്കുകയും ചെയ്തു. സർക്കാരിനോട് എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാനും നിർദ്ദേശിച്ചു. നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണെന്ന് സംശയിക്കാൻ നിലവിൽ തെളിവുകളില്ലെന്നാണ് പോലീസ് പറയുന്നത്. ബന്ധുക്കൾ വരാൻ വൈകിയതിനാലാണ് ഇൻക്വസ്റ്റ് സ്വതന്ത്രരായ 5 പേരുടെ സാന്നിധ്യത്തിൽ നടത്തിയത്. CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകൾ ശേഖരിച്ചു. പ്രതിയായ PP ദിവ്യ, കൈക്കൂലി പരാതി ഉന്നയിച്ച പ്രശാന്തൻ എന്നിവരുടെ ഫോൺ കോൾ റെക്കോർഡുകൾ പരിശോധിച്ചതായും അന്വേഷണ ഉദ്യോഗസ്ഥനായ കണ്ണൂർ ടൗൺ SHO ശ്രീജിത്ത് കൊടേരി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ P നാരായണൻ വഴി ഹൈക്കോടതിയിൽ നൽകിയ എതിർ സത്യവാങ്മൂലത്തിൽ പറയുന്നു. അന്വേഷണ സംഘത്തെ നിയന്ത്രിക്കുന്നത് ഭരണകക്ഷിയായ CPM അല്ലെന്നും ഇതിൽ പറയുന്നുണ്ട്. CBI അന്വേഷണം ആവശ്യമില്ല. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നത്. കണ്ണൂർ DIGയുടെ മേൽനോട്ടവുമുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ നോർത്ത് സോൺ IGയെ അന്വേഷണ പുരോഗതിയും അറിയിക്കുന്നുണ്ട്. ജയരാജൻ തന്നെ ദിവ്യയെ സംശയിക്കുമ്പോൾ കൊലപാതകമെന്ന കാര്യം ഉറപ്പായല്ലോ എന്നാണ് കുടുംബം ചോദിക്കുന്നത്. മുഖ്യമന്ത്രിയും ഇക്കാര്യം പരോക്ഷമായി തന്നെ സമ്മതിച്ചിട്ടുണ്ട്. കേസിൽ തുമ്പുണ്ടാക്കുക എന്ന ലക്ഷ്യവുമായാണ് ഭാര്യ നീങ്ങുന്നത്. TP ചന്ദ്രശേഖരന്റെ ഭാര്യ KK രമയെ പോലെ തനിക്ക് ജീവനുള്ളിടത്തോളം കാലം യുദ്ധം ചെയ്യാനാണ് നവീൻ ബാബുവിന്റെ ഭാര്യയുടെയും തീരുമാനം. നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിച്ചാൽ തങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് CPM നേതാക്കൾക്ക് നന്നായിട്ട് അറിയാം. എങ്ങനെയെങ്കിലും CBI അന്വേഷണം തടയുക എന്ന ലക്ഷ്യം മാത്രമാണ് പാർട്ടിയുടെ ലക്ഷ്യം. CBI അന്വേഷണം നടത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നത് ചില പ്രത്യേക ഉദ്ദേശങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചു തന്നെയാണ്. കണ്ണൂരിലെ CPMനെ ഇതിലൂടെ പിടിച്ചുകെട്ടാൻ കഴിയുമെന്ന് BJPയും വിശ്വസിക്കുന്നു. കണ്ണൂരിലെ CPM നേതാക്കളെല്ലാം ഇന്ന് കോടീശ്വരന്മാരാണ്. അവരുടെ പേരിൽ ബിനാമി ബിസിനസ്സുകൾ യഥേഷ്ടം നടക്കുന്നുണ്ട് എന്ന് കേന്ദ്ര സർക്കാരിന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നിലെ കാരണങ്ങൾ ചികഞ്ഞുപോയാൽ പല പ്രമുഖ CPMകാരും അകത്താകുന്ന അവസ്ഥയാണ്. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനറിയാം. കേന്ദ്രത്തിന്റെ ഉദ്ദേശം സംസ്ഥാനത്തിനും അറിയാം. നവീന്റെ ഭാര്യയെ സ്വാധീനിച്ച അന്വേഷണം പ്രസ് ചെയ്യിക്കാതിരിക്കാനുള്ള നീക്കങ്ങളും സർക്കാരും CPMും തമ്മിൽ നടത്തുന്നുണ്ട്. എന്നാൽ മഞ്ജുഷ വഴങ്ങുന്നില്ല. സത്യം തെളിയിക്കാമെന്ന് മഞ്ജുഷയ്ക്ക് സർക്കാർ വാക്കുകൊടുത്തിരുന്നു. എന്നാൽ മഞ്ജുഷ അക്കാര്യം വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം കൊണ്ട് മാത്രമേ മഞ്ജുഷ സമാധാനപ്പെടുകയുള്ളൂ. കേസ് അന്വേഷിക്കാൻ ഹൈക്കോടതി പറഞ്ഞാൽ അന്വേഷിക്കാമെന്നായിരിക്കും CBIയുടെയും നിലപാട്. കാരണം നവീൻ ബാബുവിന്റെ പേരിലുള്ള ആരോപണം അന്വേഷിക്കുകയാണെങ്കിൽ CPMനെ ഇല്ലാതെയാക്കാമെന്ന് BJPക്കും കേന്ദ്ര സർക്കാരിനും നന്നായിട്ട് അറിയാം. ADM നവീൻ ബാബുവിനെ CPM കൊന്നതാണെന്ന സംശയത്തിലാണ് അദ്ദേഹത്തിന്റെ ഉറ്റ ബന്ധുക്കൾ ഇപ്പോഴുമുള്ളത്. യാത്രയയപ്പ് സമ്മേളനത്തിനു ശേഷം കണ്ണൂർ മുനീശ്വരൻ കോവിലിന് സമീപം ഔദ്യോഗിക കാറിലെത്തിയ നവീൻ ബാബുവിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നതാണ് ദുരൂഹം. സാധാരണഗതിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ട മൃതദേഹം എന്ന് പറയാറുള്ള പോലീസ് നവീൻ ബാബു തൂങ്ങി മരിച്ചുവെന്ന് സംശയത്തിന് ഇട നൽകാത്ത വിധത്തിൽ പറയുന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. മൃതദേഹത്തിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കിട്ടിയിട്ടില്ലെന്ന് പോലീസിന്റെ വെളിപ്പെടുത്തലും അരിയാഹാരം കഴിക്കുന്നവർക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. യാത്രയയപ്പ് സമ്മേളനം കഴിഞ്ഞ ഏതാണ്ട് 12 മണിക്കൂറിന് ശേഷം നവീൻ ബാബു ആത്മഹത്യ ചെയ്തതും ദുരൂഹത ഉണർത്തുകയാണ്. ബുധനാഴ്ച രാവിലെ 5-ന് നവീൻ ബാബു ഒരു സുഹൃത്തിന് വാട്സാപ്പ് സന്ദേശം അയച്ചതും ദുരൂഹതയാണ്. പോലീസ് എത്തുമ്പോൾ നവീൻ ബാബുവിന്റെ ക്വാർട്ടേഴ്സ്
തുറന്നു കിടക്കുകയായിരുന്നു. ഇതും ദുരൂഹതയുള്ള സംഭവമാണ്. മുനീശ്വരൻ കോവിലിന് മുന്നിൽ നവീൻ ബാബു കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്റെ ഒരു സുഹൃത്ത് കാസർഗോഡ് നിന്ന് വരുമെന്നാണ് ഡ്രൈവറോട് പറഞ്ഞത്. ഇത് ആരാണെന്ന് ADM പറഞ്ഞതുമില്ല. ആദ്യം ഓഫീസിൽ നിന്നിറങ്ങിയ നവീൻ ബാബു കാറിന്റെ ലോഗ് ബുക്ക് ഒപ്പിടാൻ തിരികെ വന്നിരുന്നു. എന്നിട്ടാണ് അവസാന യാത്ര തുടങ്ങിയത്. മുനീശ്വരൻ കോവിലിൽ നിന്നും നവീൻ ബാബു എങ്ങനെയാണ് ക്വാർട്ടേഴ്സിൽ എത്തിയതെന്ന് ഇതുവരെയും വ്യക്തമല്ല. മുനീശ്വരൻ കോവിൽ തുടങ്ങി ക്വാർട്ടേഴ്സ് വരെ എന്ത് സംഭവിച്ചുവെന്ന് പോലീസ് ഇതുവരെയും പരിശോധിച്ചിട്ടുമില്ല. മുനീശ്വരൻ കോവിലിൽ നിന്നും നവീൻ ബാബുവിനെ പിന്തുടർന്നെത്തിയ ആരെങ്കിലും അദ്ദേഹത്തെ കൊന്ന് കെട്ടിത്തൂക്കിയോ എന്നും പരിശോധിച്ചിട്ടില്ല. ക്വാർട്ടേഴ്സ് തുറന്നിട്ട ശേഷം ഒരാൾ ആത്മഹത്യ ചെയ്യുമെന്ന് ആരും വിശ്വസിക്കുന്നുമില്ല. ക്വാർട്ടേഴ്സിന് സമീപമുള്ള CCTV ദൃശ്യങ്ങളും ആരും പരിശോധിച്ചിട്ടില്ല. നവീൻ ബാബു തൂങ്ങി മരിച്ചതായി പോലീസിന് എവിടെ നിന്നാണ് ഉറപ്പ് കിട്ടിയതെന്നും വ്യക്തമല്ല. കണ്ണൂർ CPMന്റെ തട്ടകമാണ്. അവിടെ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കേണ്ടത് CPM തന്നെയാണ്. PP ദിവ്യ പാർട്ടിയുടെ ഓമന മകളാണ്. അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ പാർട്ടി ഒപ്പം നിൽക്കും. അതാണ് കണ്ണൂരിൽ കണ്ടത്. ദിവ്യയ്ക്ക് ചുറ്റും സംരക്ഷണ കവചം തീർക്കുകയായിരുന്നു പാർട്ടി. മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും നാവിറങ്ങിപ്പോയി. മന്ത്രി രാജൻ മാത്രമാണ് സത്യസന്ധമായി പ്രതികരിച്ചത്. PP ദിവ്യ ADM നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിലേക്ക് എത്തിയത് ആസൂത്രിതമായിട്ടാണെന്നാണ് ADMന്റെ ബന്ധു B ഹരീഷ് കുമാർ പറഞ്ഞത്. ദിവ്യ എത്തിയത് ആസൂത്രിതമായാണെന്നും നവീനെ അപമാനിച്ച് പുറത്താക്കാനായിരുന്നു ലക്ഷ്യമെന്നും ഹരീഷ് കുമാർ പറയുന്നു. ദിവ്യ കളക്ടറേറ്റിലേക്ക് എത്തുമെന്ന് അറിയിച്ചിരുന്നെന്ന് കളക്ടർ പറഞ്ഞതായും ഹരീഷ് വെളിപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇത്തരത്തിൽ പെരുമാറുമെന്ന് അറിയില്ലായിരുന്നുവെന്നും കളക്ടർ പറഞ്ഞിരുന്നുവെന്നും ഹരീഷ് പറയുന്നുണ്ട്. മുമ്പും കണ്ണൂർ CPM അവരുടെ ശത്രുക്കൾക്കെതിരെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. TP ചന്ദ്രശേഖരൻ ഏറ്റവും വലിയ ഉദാഹരണവുമാണ്. നന്ദി.